ഇന്ന് ഈ ആശ്രമ പരിസരത്ത് ഈ ഭഗവാന്റെ തിരുമുൻപിൽ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സുവർണ അവസരം നൽകിയ ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളോടും, പ്രത്യേകിച്ച് ശ്യാം ജിയോടും അവരുടെ കുടുംബത്തോടും ഇവിടെയുള്ള ഭക്തജനങ്ങളോടും ഞങ്ങളുടെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. മൈക്കൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൈക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സാരമില്ല, ഓക്കെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വളരെ സന്തോഷമായി. ഞങ്ങൾക്ക് ഭജന ചെയ്യാൻ ഇവിടെ ഒരു അവസരമാണ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. നമസ്കാരം. ഇന്നത്തെ സന്ധ്യയെ ധന്യമാക്കിയ, ഭക്തിസാന്ദ്രമായ ഭജന കൊണ്ട് അനുഗ്രഹീതമാക്കിയ ഈ കലാകാരന്മാർക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇവർ ഗോപിക ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന സോപാനം ഭജൻസ് കുന്നത്തൂർമേട് നിന്നാണ്, പാലക്കാട് നിന്ന് തന്നെയാണ് അവർ നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരിക്കുന്നത്. സാധാരണ കുട്ടികൾക്കൊക്കെയാണ് ഇത്രയും എനർജി, എന്തൂസിയാസം ഒക്കെ കാണാം. ഇവിടെ നമ്മുടെ ഈ സോപാനം ഭജൻസ് ഗ്രൂപ്പിനെ നയിക്കുന്ന രാജി വാസുദേവ് അമ്മ ഈ പ്രായത്തിലും എത്ര ആവേശത്തോടും ഉത്സാഹത്തോടുമാണ് നമ്മുടെ മുമ്പിൽ ഭജന അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ വളരെ വളരെ സന്തോഷം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. സന്ദീപിനി സാധനാലയവും സാധനാ മാതൃസമിതിയും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഓരോ കലാകാരന്മാരെയും കലാകാരികളെയും ആദരിക്കുവാൻ വേണ്ടി സാധനാ മാതൃസമിതിയിലെ അമ്മമാരെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഹാർമോണിസ്റ്റും അവർ ഞങ്ങളുടെ കൂടെ തന്നെ, ഇവരെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും വിളിക്കാറ്. അവർ ഞങ്ങളുടെ കൂടെ എന്നും സഹകരിക്കുന്നവരാണ്. എപ്പോൾ വിളിച്ചാലും അവർ റെഡിയാണ്. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ. നമ്മുടെ ഹാർമോണിയം നന്നായിട്ട് വായിച്ച, ഭജനയെ കൊഴുപ്പിച്ച ഗിരീഷ് സ്വാമികൾ കൊടുവായൂർ സ്വദേശിയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാം. ആദരിക്കുന്നത് ഭജൻ ശ്രീ ശങ്കരയുടെ മേധാവിയായിട്ടുള്ള സുരേഷ് അയ്യർ അവർകളാണ്. നല്ലൊരു കയ്യടി കൊടുക്കൂ. ഇനി ഡോൾക്കി വായിച്ച നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടനെ ആദരിക്കുന്നത് ഭജൻ ശ്രീ ശങ്കരയുടെ മറ്റൊരു മേധാവി കണ്ണൻ ചേട്ടനാണ്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ആ കലാകാരനെയും ആദരിക്കാം. രാധാകൃഷ്ണേട്ടൻ ദുബായിലൊക്കെ ഭജനയ്ക്ക് നേതൃത്വം നൽകുന്ന വലിയൊരു മേധാവി തന്നെയാണ്. അദ്ദേഹം സാന്ദീപിനിയുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ കുടുംബം തന്നെയാണ്. എല്ലാവരും വളരെ വളരെ സന്തോഷം. ഇനി ഓരോ അമ്മമാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ മാതൃസമിതിയിലെ അമ്മമാർ തന്നെയാണ് സമാദരിക്കുന്നത്. ഓരോരുത്തരും ഞങ്ങളുടെ എളിയ ആദരവ് സ്വീകരിക്കുമല്ലോ. വസന്തയമ്മ നമ്മുടെ മാതൃസമിതിയിലെ സീനിയർ മെമ്പറാണ്. രാജി വാസുദേവ് അവർകളെ ആദരിക്കുന്നത് വസന്തയമ്മയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ അമ്മമാരെ ആദരിക്കാം. നമ്മുടെ മാതൃസമിതിയിലെ സാധനാ മാതൃസമിതിയിലെ സീനിയർ ആയിട്ടുള്ള വസന്തയമ്മയാണ് ഈ സോപാനം ഗ്രൂപ്പിൻ്റെ മേധാവിയായിട്ടുള്ള രാജീവ് വാസുദേവ് അവർകളെ ആദരിക്കുന്നത്. ഈ ഭജനയെ, ഈ ഗ്രൂപ്പിനെ ഇത്രയും നന്നായിട്ട് നയിക്കുന്നത്, അതിന് വലിയൊരു സന്തോഷമുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് സമാദരവ് ഏറ്റുവാങ്ങുക. കഴിഞ്ഞ അഞ്ചുമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നാരായണീയ പാരായണം നടത്തിയത് ഈ അമ്മമാർ തന്നെയാണ്.
നാമസങ്കീർത്തനവും ജീവിതത്തിൽ ആധ്യാത്മികതയും ഭൗതികതയും ഒന്നിക്കുന്ന ഒരു സമ്മേളനമാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതം. ഇത് നമുക്ക് മാതൃകയാക്കേണ്ടതാണ്. എല്ലാവർക്കും നന്ദി. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ ആദരിക്കാം. ഈ സോപാനം ഗ്രൂപ്പിനെ ഇവിടെ എത്തിക്കാൻ മുൻകൈ എടുത്തത് നമ്മുടെ സരിത ചേച്ചിയാണ്. സരിത ചേച്ചിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അവരുടെ കൂടെ അവരുടെ കുടുംബക്കാരും അവരുടെ സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.